ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് മസ്കറ്റിലാണ്. ഒമാനിലേക്ക് വന്നിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റലേഷനായിട്ട് വന്നതാണ്. അതൊരു മൊബൈൽ ടവറിൻ്റെ മുകളിലാണ് ഒരു LED സ്ക്രീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് BOE എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ LED ആണ്. BOE എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ BOE ആണ് ഐഫോണിനൊക്കെ സ്ക്രീൻ കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഐഫോണിൻ്റെ മൊബൈൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന സ്ക്രീൻ BOEയുടെ ആണ്. അത് മാത്രമല്ല സാംസങ്ങിന് പോലും BOEയുടെ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. BOE എന്ന് പറഞ്ഞാൽ ബീജിംഗ് ഓറിയൻറ്റഡ് ഇലക്ട്രോണിക്സ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് BOEയുടെ എക്സ്ക്ലൂസീവ് ഡീലർഷിപ്പ് ഉണ്ട്. ഒമാനിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്, GCCയിലും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലും നമുക്ക് BOE LED അവൈലബിൾ ആണ്. LED വീഡിയോ വാളുകളിൽ ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. സാധാരണ ഈ ചൈനീസ് ലോക്കൽ സാധനങ്ങളൊക്കെയാണ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാറ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 1-2 കൊല്ലം കഴിഞ്ഞ് എൻ്റെ പണി കഴിയും. BOE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡഡ് ഐറ്റമാണ്. അപ്പോൾ BOE പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സിനിമാ തിയേറ്ററിൽ സ്ക്രീനിന് നമ്മളുടെ നോർമൽ സ്ക്രീനിന് പകരം BOEയുടെ LED ഉപയോഗിക്കാം. ഇവിടെ ഗൾഫ് റീജിയനിൽ മൊബൈൽ ടവറുകളിൽ ഈ LED സ്ക്രീൻ വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിന് വലിയ ഡിമാൻഡാണ്. അപ്പോൾ ഞാൻ ഒറീഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വർക്കിനായിട്ടാണ് ഒമാനിലേക്ക് മസ്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള BOE LED എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ആണ്. P10 പിക്സൽ പാച്ച് 10 ഔട്ട്ഡോർ LED ആണ്. IP66 റേറ്റിംഗ് ഉള്ള ഒരു സ്ക്രീനാണത്. അപ്പം മഴയും കാര്യങ്ങളൊന്നും വന്നാലൊന്നും കാര്യമായിട്ടൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ടവർ എന്ന് പറയുന്നത് അൽഖ്വയർ ഭാഗത്ത് നിന്ന് നമ്മൾ വരുമ്പോൾ ബർക്കയിലേക്ക് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. മസ്കറ്റിൽ ഒമാനിൽ ഒരു സ്മാർട്ട് സിറ്റിയൊക്കെ വരുന്നൊരു ഏരിയയാണ്. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. എന്നിരുന്നാലും ഇവിടെയുള്ള ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ 40 ഫീറ്റ് ആയിട്ടുള്ള ഒരു ടവറാണ്. ഇതിൽ 30 ഫീറ്റിലാണ് നമ്മുടെ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. നിലവിൽ സ്ക്രീൻ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഞാനിതിൻ്റെ കോൺഫിഗറേഷനായിട്ട് വന്നതാണ്. എൻ്റെ കയ്യിൽ കാണുന്ന കപ്പ് ടീ ടൈമിൻ്റെ ആണ്. ടീ ടൈം നമ്മുടെ ഒരു മലയാളിയുടെയാണ്. അപ്പോൾ ടീ ടൈമിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഇപ്പോൾ എവിടെ പോയാലും, ഖത്തറിൽ പോയാലും അല്ലെങ്കിൽ ബാക്കി എവിടെ പോയാലും ടീ ടൈമിൽ ഒരു ചായ കൂടി എനിക്ക് പതിവുള്ളതാണ്. ഒമാനിൽ വന്നിട്ട് ഞാൻ ആ ശീലം മാറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ് പാർട്ട്നേഴ്സാണ്. ഇവരാണ് എനിക്ക് ഇവിടെ ഇൻസ്റ്റലേഷന് സപ്പോർട്ട് തരുന്നത്. അപ്പോൾ എനിക്ക് പലരും എൻ്റെ യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് അസിസ്റ്റൻറ്റിന് വേണോ, അസിസ്റ്റൻ്റായിട്ട് കൂടെ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തൽക്കാലം അസിസ്റ്റൻറ്റുകളൊന്നും വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏത് രാജ്യത്ത് പോയാലും അവിടെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവരായിട്ട് എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ ഏത് ഇൻസ്റ്റലേഷനും എന്നെ സഹായിക്കുന്നവരാണ്. സഹായം എന്ന് പറഞ്ഞാൽ ചില്ലറ സഹായമൊന്നുമില്ല. ഇൻസ്റ്റലേഷന് പുറമേ എനിക്ക് അവിടെ ട്രാവൽ ചെയ്യാനുള്ള കാർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തരും. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഒമാനിൽ യൂസ് ചെയ്യുന്ന കാർ പോലും അവരുടെ ആയിരിക്കും. അപ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ടവർ സെറ്റപ്പ്. ഇത്തരത്തിലുള്ള ടവറുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് അധികം ആയി തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. മൊബൈൽ ടവറുകളിൽ ഒരു സ്ക്രീൻ വെച്ചിട്ട് പരസ്യം ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൊബൈൽ ഒരു LED വീഡിയോ വാളിൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. BOEയുടെ എനിക്ക് ഡീലർഷിപ്പ് ഉണ്ട് ഇന്ത്യയിൽ. ഞാൻ ടോപ്പ് ക്ലാസ് സാധനങ്ങൾ തന്നെ തരാം. വിത്ത് വാറണ്ടിയോട് കൂടിയിട്ടാണ് തരിക. നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും റിക്വയർമെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തംബ്നെയിലിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ കവർ പിക്ചറിലോ കയറി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും, കോൺടാക്ട് നമ്പറും എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ഒരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വോയിസ് നോട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളവിടെ സാധനം എത്തിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇനി ടവറിനെ കുറിച്ച് അധികം ഒന്നും പറയാനില്ല. ഇത് മൊബൈൽ ടവറിനെ കുറിച്ച് നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ LED ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മാത്രമുള്ളതാണ്. മൊബൈൽ ടവറൊക്കെ അവർ ഓൾറെഡി പണി കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ കാണിച്ചിരുന്നത്. ശരിക്കും LED ഇൻസ്റ്റലേഷൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്കാം. പക്ഷേ മൊബൈൽ ടവറിൻ്റെ മുകളിൽ കയറി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് അത്യന്തം കുറച്ച് അർവാടാവും. അതുമാത്രമല്ല കുറച്ച് ഡേഞ്ചറുമാണ്. അതിനുവേണ്ടി ഞാൻ GoPro ക്യാമറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ ക്യാമറകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എപ്പോഴും ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ മൊബൈലിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം. ഈ കാണുന്നത് ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ടവറാണ്. നിലവിൽ ഇവിടെ ഒരു ടവർ ഓൾറെഡി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഏരിയ സ്മാർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ടവർ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ടവറിലേക്ക് ഈ കണക്ഷൻസ് മുഴുവൻ മാറ്റും. അതുമാത്രമല്ല, ഇനി ഭാവിയിൽ 6G ആവും എന്ന് പറയുന്നില്ല. നിലവിൽ ഇത് 5G ടവറാണ്. ഇത് എക്സിസ്റ്റിംഗ് ടവറാണ്. ഈ ടവറിൽ ടെമ്പററി ജനറേറ്ററിന് പവർ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ ടവറിൻ്റെ പണി കഴിഞ്ഞാൽ
എല്ലാം ഇങ്ങോട്ട് മാറ്റും എന്നുള്ളതാണ്. ഈ ടവർ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ക്രീനിൽ നമ്മളൊരു പ്രത്യേകം സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴിയിലൂടെ ആരെങ്കിലും പോയി ഈ സ്ക്രീനിലേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടീൻ്റെ അടുത്ത് നിർത്തിയിടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യും. ആരാണ് എന്താണെന്നൊന്നും പറയില്ല, കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കിതിനകത്ത് ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ പോലെ എത്ര സമയം ഈ സ്ക്രീനിലേക്ക് നോക്കി ഇവിടെ എന്ത് പരസ്യത്തിനാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്നുള്ള ഒരു ഫുട്ഫോൾ എടുക്കണമല്ലോ നമ്മൾ. എത്ര പേര് കണ്ടു, എത്ര പേര് നോക്കി, എത്ര പേരുടെ അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കെടുക്കാൻ സാധിക്കും. അതിനൊരു സംഭവം നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു LED-കളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് പരസ്യം ചെയ്യുന്ന കമ്പനിക്ക് അറിയണമല്ലോ അവർ ചെയ്തതിൽ അവർ കൊടുക്കുന്ന ക്യാമ്പയിൻ അവർ നടത്തുന്ന മാർക്കറ്റിംഗ് എത്രത്തോളം ഗുണകരമാവുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഉപയോഗമാവുന്നുണ്ട്, ആളുകൾക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു കണക്ക് അവർക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ആ ഒരു ടെക്നോളജി നമ്മുടെ അടുത്തുണ്ട്. അത് ഈ LED-യിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാറിനെ പറ്റി സംസാരിക്കും. ഞാനിവിടെ വന്നത് ഷെങ്കൻ്റെ കാറാണ്. ഷെങ്കൻ ഒരു ചൈനീസ് കമ്പനിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SUV-യിൽ 360 ഡിഗ്രി ക്യാമറ, ADAS ലെവൽ 1, ബ്രേക്കിംഗ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഞാൻ ബൈജു നായരുടെ വീഡിയോ പോലൊന്നും വല്ലാണ്ട് ഡീറ്റെയിലായിട്ട് പറയുന്നില്ല, കാരണം എനിക്ക് കാറിനെ പറ്റി വലിയ അറിവില്ല. എന്നാലും ചെറിയൊരു കാറ് പ്രാന്തനാണ് ഞാൻ. അപ്പോൾ ഈ വണ്ടിയാണ് എനിക്കിവിടെ മസ്കറ്റിൽ ഇപ്പോൾ തൽക്കാലം തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഈ വണ്ടി മാറാം. ഞാനൊരു പജീറോ ഒക്കെ നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പജീറോയിലേക്ക് മാറും. നമ്മളുടെ ഒമാൻ ഓഫീസൊക്കെ സെറ്റായതിന് ശേഷം വേണം പജീറോ ഒക്കെ ഒന്ന് എടുക്കാൻ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ കാറിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് ഒമാനെ പറ്റി സംസാരിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. GCC രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇറാഖിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ട് അതിനുള്ള രാജ്യമാണ് ഒമാൻ. അത് എല്ലാം കൊണ്ടും ഇവിടുത്തെ ആളുകളുടെ പോലും പ്രത്യേകത എടുത്ത് പറയാം. ഞാനിപ്പോൾ കുവൈറ്റിലും സൗദിയിലൊക്കെ പോയിട്ടുള്ള ഇതിക്ക് നമ്മൾ ഗൾഫ് രാജ്യത്തെ അറബികളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഒമാനിൽ വളരെ എന്താ പറയുക, നല്ല അറബികൾ അല്ലെങ്കിൽ ഭയങ്കര ജെന്റിൽമാനായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഒമാനിലാണ്. അതുമാത്രമല്ല അവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ഒരു കാഴ്ചകളും മലകളും കുന്നുകളൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ഇനിയും ഇൻസ്പിറേഷൻസ് ഒമാനിലുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇത് ഞാനൊരു ഷോർട്ട് ട്രിപ്പ് വെച്ചാണ് ഒമാനിലേക്ക്. അപ്പം അത്രയും മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഒമാൻ. അപ്പോൾ ഒമാനിലേക്ക് എനിക്ക് ഒരു വർക്ക് കിട്ടി പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. ഇതിന് മുമ്പ് ഞാൻ വന്നിട്ട് 2015 ഇവിടെ ഒമാനിൽ ഞാൻ വന്നത് ആദ്യമായിട്ട്. അത് ഇവിടെ ഇല്ല, മസ്കറ്റിലല്ല, സലാലയിലാണ് വന്നത്. സിറ്റി സിനിമാസ് ഒമാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അവിടെ ഒരു പ്രൊജക്ടർ ഇൻസ്റ്റലേഷൻ്റെ കാര്യമായിട്ടാണ് വന്നത്. സിനിമാ തിയേറ്ററിൻ്റെ ക്രിസ്റ്റിയുടെ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഞാനവിടെ ആദ്യമായിട്ട് വന്നത് 2015. ശേഷം സിറ്റി സിനിമാസ് പിന്നെ പിന്നീട് മജീദ് അൽ ഫത്തയും ബോക്സ് ഏറ്റെടുക്കുക, അങ്ങനെ മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് 2026 ഒമാനിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ഒമാനെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ ഒമാനിൽ ഇനിയും നല്ല നല്ല പ്രോജക്റ്റ് വരട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും